ഇന്ന് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങിന് പോകാനായിട്ട് ഇതാ നമ്മൾ 4 പേരും കെട്ടി ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷെ വഴി മാത്രം അറിയത്തില്ലായിരുന്നു. സ്റ്റേഡിയത്തിൻ്റെ ബേക്ക് വശത്താണ് വീട് വാങ്ങിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ വഴി തെറ്റി എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം എന്താ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ആളാണ് കേട്ടോ എനിക്ക് വേണ്ടപ്പെട്ട ആളെന്ന് പറഞ്ഞത്. പിന്നെ ഇതാ ഈ കാണുന്നത് ചേച്ചിയുടെ അമ്മയാണ് കേട്ടോ. ചെന്നപ്പം തന്നെ ചേച്ചിയുടെ അമ്മ വാസുകി കുട്ടിയുടെ അടുത്ത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോക്ക് പിന്നെ മനുഷ്യനെ കണ്ടുകൂടാത്തതുകൊണ്ട് അപ്പോഴേ അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും നമ്മൾ ചെന്നപ്പം മുതലേ ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അവർക്ക് വീഡിയോയിൽ മുഖം കാണിക്കുന്ന താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം എന്താ നമ്മൾ വീടൊക്കെ കയറി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നെ കാണുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന കാര്യം എവിടെയെങ്കിലും ഒരു വീട് വാങ്ങിക്കണോടി, എവിടെയെങ്കിലും ഒരു വീട് വാങ്ങിക്കണമെന്നാണ്. അപ്പോൾ ഈ 2026 ഇങ്ങനെ ആ ചേച്ചിയുടെ ഈ ഒരു സ്വപ്നം നടന്നില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഈ കൊച്ചു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ എടുക്കമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. ആര് വിളിച്ചാലും പോകത്തുമില്ല, എടുക്കത്തുമില്ല. പിന്നെ അതിനുശേഷം നമ്മളൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ പോയിരുന്നു, കുറേ നേരം ഇരുന്ന് കുറേ നുണയും വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, അയ്യോ നാളെ നമ്മളെ വീഡിയോ കാണിക്കുമോ, ഇതൊക്കെ നാളെ വീഡിയോയിൽ വരുമോ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ വാസുകിക്കുട്ടിയുടെ ഫ്രണ്ടാണ് കേട്ടോ. അവൾക്ക് എപ്പോഴും വാസുകിക്കുട്ടി കാണണം. വാസുകിക്കുട്ടിയെ കാണണമെന്ന് പറയുമ്പോഴത്തേക്കൊക്കെ വീഡിയോ ഇട്ട് കൊടുക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ വീഡിയോ മുടങ്ങാതെ കാണുന്ന ഒരേ ഒരു വ്യക്തി അവളാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു പിള്ളേരുമായിട്ടൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഒന്നും കിട്ടാത്തത് കൊണ്ട് ഈ വാഴക്കൊല വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നവരെയും പോയവരെയും എല്ലാവരെയും വീഡിയോ എടുത്തിട്ട് എന്താണ് ഇവൻ നമ്മൾ ചെന്നപ്പം മുതൽ നമ്മളെ കളിയാക്കും, നിന്നേക്ക് ഇനി യൂട്യൂബിൽ കൂടി സഹിക്കണമല്ലോ ഇടി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പാല് കാച്ച കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര വെള്ളം താങ്ങും അല്ലേ വാസുകി? അങ്ങനെ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാൻ കയറി. അങ്ങനെ നാരങ്ങ കുടിക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ വീട്ടിലോട്ട് പോകാനായിട്ട് 10-15 മിനിറ്റേ ഉള്ളൂ. എന്നാലും പോകുന്ന വഴിയിൽ ഒരു കടയിൽ കയറി ചേട്ടാ തണുത്ത നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ. തണുത്ത നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചേട്ടൻ കൊടും തണുപ്പിട്ട് 3 നാരങ്ങ വെള്ളം എനിക്ക് തന്നു.